ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് 3 തക്കാളിയും 2 സവോളയും 2-3 പച്ചമുളകും ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയും പച്ചമുളകും സവോള എല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ച ജീരകം സാദാ ജീരകമല്ല, സാജീര എന്ന് പറയും. അത് മസാലകളിലൊക്കെ കൂടെ കിട്ടുന്നതാണ്. ഇതിപ്പോൾ കാണിച്ചത് സാദാ ജീരകം. പിന്നെ ഞാൻ കുറച്ച് പൊട്ടുകടലയും കുറച്ച് ക്യാഷ്യും കുറച്ച് ഉഴുന്നുപരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സാജീരയും നമ്മുടെ കറിജീരകവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഐറ്റംസ് ഉണ്ടല്ലോ, ഉഴുന്നും പിന്നെ നമ്മുടെ കാഷ്യൂനട്ടും പൊട്ടുകടലയും ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യണേ. അതിലേക്ക് തന്നെ ആ പച്ചമുളകും സവോളയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചോറിന് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് സവോളയൊക്കെ വഴന്ന് കിട്ടും. സവോള വഴന്ന് കളറൊക്കെ മാറി കഴിയുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിന് വേണ്ട മസാലയാണ് എടുക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും. ഇത് വഴന്ന് കഴിഞ്ഞ അകത്തോട്ട് ഈ പൊടികളും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചവെള്ളം മാറി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു. തക്കാളി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. അത് ഇതിന് പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം നമ്മുടെ തക്കാളി ചോറിനുള്ള തക്കാളി കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചോറ് ഞാനാണെങ്കിൽ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ഏലക്കായും ഒരു കഷ്ണം കറുവാപ്പട്ടയും 2-3 ഗ്രാമ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഉപ്പും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇനിയിപ്പോൾ ഈ തക്കാളി മിക്സിലേക്ക് നമ്മുടെ ഈ ചോറും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടിയും ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു പ്രത്യേക മണവും തരും, നല്ലൊരു ടേസ്റ്റുമാണ്. ഇതെല്ലാം കൂടെ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.